അരിമ്പാറുള്ള ആളുകളുണ്ട്. അരിമ്പാറ മാത്രമല്ല കേട്ടോ, അരിമ്പാറ, പാലുണ്ണി, അതുപോലെ കാലിൻ്റെ അടിഭാഗത്തൊക്കെ വരുന്ന ഈ ഒരു ആണി അങ്ങനെയുള്ള അതൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ നമുക്ക് ഒരു 4-5 റെമഡി ഞാൻ പറഞ്ഞു തരട്ടെ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അരിമ്പാറ, പാലുണ്ണി ഇതുപോലത്തെ കാലിൽ ആണിയുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ചിത്തിരപ്പാലയാണ് കേട്ടോ. നമ്മളൊക്കെ വഴിയരത്തോടൊക്കെ നടന്നു പോകുമ്പം ഈ ഒരു റോഡിനകത്തൊക്കെ ഈ സാധനം നിൽപ്പുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളിങ്ങനെ ഒടിച്ച് കഴിഞ്ഞപ്പം ഇതിങ്ങനെ ഒരു പാല് ഇങ്ങനെ വരും കേട്ടോ. നമ്മൾ ഒടിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചെറിയൊരു ചെനയുണ്ട് കേട്ടോ. ഇത് നമുക്ക് പാലുണ്ണി ഉള്ള ആളുകളല്ലോ, ചെറിയ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് പുറം ഭാഗത്തൊക്കെ ചില ആളുകൾക്ക് പാലുണ്ണി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പാലുണ്ണിയുടെ മുകളിൽ ഒരു കുറച്ച് ദിവസം നിങ്ങൾ അടുപ്പിച്ചിട്ട് ഈ ഒരു ചെന നമ്മൾ ആ പാലുണ്ണിയുടെ മുകളിൽ വച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ നേരമൊക്കെ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തി നമ്മളത് വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലുണ്ണി പെട്ടെന്ന് കൊഴിഞ്ഞു പോകും കേട്ടോ. അത് വലിപ്പം കുറഞ്ഞു പോകുന്ന അത് ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ അരിമ്പാറയും മാറാനായിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു ചെന നമുക്കത് വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരിമ്പാറ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അരിമ്പാറ മാറാൻ പെട്ടെന്ന് പാലുണ്ണി കൊഴിഞ്ഞു പോകുന്ന പോലെയല്ല, അരിമ്പാറ മാറാൻ ഇത്തിരി താമസം എടുക്കുമെങ്കിൽ പോലും നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ അരിമ്പാറ പാലുണ്ണിയും മാറ്റിയെടുക്കാനായിട്ടുള്ള നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് വഴിയടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ട് ഇതുപോലെ ഒന്ന് പറിച്ച് അതുപോലെ ഒന്ന് കുത്തി നോക്കിക്കോട്ടോ, പെട്ടെന്ന് മാറും. രണ്ടാമത്തെ ഒന്നാണ് എരിക്കാണ് കേട്ടോ. ഈ ഒരു എരിക്ക് മിക്ക ആളുകളും എരിക്ക് വെച്ചിട്ട് അരിമ്പാറ പാലുണ്ണിയൊക്കെ മാറ്റുന്ന ആളുകളുണ്ട്. അത് ചിലർക്ക് അറിയാം, അറിയില്ലാത്ത ആളുകൾക്കാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കറയുണ്ടല്ലോ, ഈ ഒരു ചെന നമ്മളെ നേരത്തെ ചിത്രപ്പാലയുടെ ഒരു ഇലയുടെ ചെന പോലെ തന്നെ ഈ ഒരു എരിക്കിലും ഇതുപോലെ ഒരു ചെനയുണ്ട് കേട്ടോ. ഈ ഒരു ചെന പാലുണ്ണി ഉള്ള ഭാഗത്ത് പാലുണ്ണിയുടെ ചുറ്റും നമ്മുടെ സ്കിന്നിലാവാത്ത രീതിയിൽ ആ പാലുണ്ണിയുടെ കറക്റ്റ് സ്പോട്ടിൽ വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലുണ്ണി പെട്ടെന്ന് അത് ചുങ്ങിപ്പോവാനൊക്കെ കിട്ടും. അതുപോലെ തന്നെ അരിമ്പാറ പെട്ടെന്ന് ഒരു അരിമ്പാറ എന്ന് പറയുമ്പോൾ പാലുണ്ണി എന്ന് പറയുമ്പോൾ ചെറിയ ഒരു കട്ടി കുറവുണ്ടല്ലോ, ഈ അരിമ്പാറയ്ക്ക് ഇത്തിരി കട്ടി ഉണ്ടല്ലോ. അപ്പം ഇതും തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അരിമ്പാറ മാറാൻ ഇച്ചിരി താമസം എടുക്കട്ടെ, എങ്കിൽ പോലും അത് പെട്ടെന്ന് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ മാറ്റിക്കളയാവുന്നുള്ളൂ. അപ്പം എരിക്കിൻ്റെ കറ വെച്ചിട്ട് അരിമ്പാറയും പാലുണ്ണിയും പെട്ടെന്ന് മാറ്റിക്കളയട്ടെ. അപ്പം എവിടെയെങ്കിലും എരിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെന വെച്ചിട്ട് പരീക്ഷിക്കാം. പിന്നെ ഈ ഒരു ചെന നമ്മളിത് ലീഫ് പറിക്കാൻ നേരത്ത് കണ്ണിലേക്കൊക്കെ തെറിക്കാതിരിക്കാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഉള്ളത് ഇരുട്ടിമധുരമാണ് കേട്ടോ. ഇത് അങ്ങാടി ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഒരുപാട് ആയുർവേദ ഡോക്ടർമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു പാലുണ്ണി അരിമ്പാറയല്ല പാലുണ്ണി മാറാനായിട്ട് ഈ ഒരു ഇരുട്ടിമധുരത്തിൻ്റെ പൊടി എടുത്തിട്ട് തേനിൽ ചാലിച്ചിട്ട് ഈ ഒരു പാലുണ്ണി മുഖത്തൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മുഖത്തിൽ ഈ ഒരു മുഖത്ത് വരുന്ന ഒരു കറുത്ത പാടുകൾ ഇല്ലാണ്ടായി പോകും കേട്ടോ, ഈ ഒരു ഇരുട്ടുമധുരം തേച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നിന് നമുക്ക് മുഖത്തൊക്കെ വരുന്ന പാലുണ്ണി, അതുപോലെ ശരീരത്തെ കയ്യിൽ കാലിലൊക്കെ വരുന്ന പാലുണ്ണിയൊക്കെ പെട്ടെന്ന് കളയാനായിട്ട് നമുക്ക് ഇരുട്ടിമധുരത്തിൻ്റെ കൂട്ടത്തിലേക്ക് തേൻ ചേർത്തിട്ട് അതിങ്ങനെ കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് പുരട്ടി കൊടുത്താൽ മതി. നമുക്ക് ചില ആളുകൾ ഈ ഒരു ഇന്ദുപ്പ് ചേർത്തിട്ട് ഈ നമ്മുടെ ഒരു ഇരട്ടിമധുരവും ഇന്ദുപ്പും കൂടി മിക്സ് ചെയ്തിട്ട് തേൻ ഒഴിവാക്കിയിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഈ ഒരു പാലുണ്ണിയുടെ മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഏകദേശം ഒരു ഒന്നരാഴ്ചയും കൊണ്ട് പാലുണ്ണി അത് കൊഴിഞ്ഞു പോകും കേട്ടോ. മുഖത്തൊക്കെ ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. ഇനി അരിമ്പാറ പാലുണ്ണി മാത്രമല്ല കേട്ടോ, കാലിൽ ആണി രോഗം ഉള്ളവർക്കും ഈ 2 ഐറ്റംസ് നല്ലതാണ്. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉള്ളതല്ലേ ചുവന്നുള്ളി വെളുത്തുള്ളിയും. അപ്പം ഈ ഒരു ചുവന്നുള്ളി വച്ചിട്ട് നമുക്ക് അരിമ്പാറ കളയാനായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് പാലുണ്ണി അല്ല കേട്ടോ, അരിമ്പാറയുടെ ആണിയുടെ എന്നും പറയാം കേട്ടോ. ഇനി നമുക്ക് അരിമ്പാറ കളയാനായിട്ട് ഈ ഒരു നമ്മുടെ ചുവന്നുള്ളി എടുത്തിട്ട് നിങ്ങളൊരു നമ്മൾ പപ്പടം കുത്തിയുടെ കോലുണ്ടല്ലോ, ആ ഒരു കമ്പിയിൽ നിങ്ങളിതിങ്ങനെ കുത്തിയതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ അടുപ്പിൽ വെച്ചിട്ട് ചുവന്നുള്ളി കത്തിക്കുക. അങ്ങനെ കത്തിച്ചിട്ട് നമ്മൾ അരിമ്പാറയുടെ മുകളിൽ ഇങ്ങനെ വച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി ചൂടുള്ള ഇതിനിങ്ങനെ വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരിമ്പാറ ചുങ്ങി പോകും കേട്ടോ. അതുപോലെ തന്നെ കാലിൽ ആണിയുള്ള ആളുകളും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ചുവന്നുള്ളി ഇതുപോലെ തന്നെ ചുട്ടിട്ട് നല്ല ചൂടാക്കിയതിന് ശേഷം കാലിൽ ആണിയുള്ള ഭാഗത്ത് ചവിട്ടി പിടിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ചവിട്ടി പിടിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഞ്ചി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ ഇഞ്ചിയും ഇതുപോലെ തന്നെ ചെത്തിയിട്ട് ഈ ഒരു രീതിയിൽ പപ്പടക്കുത്തിയിൽ നല്ല രീതിയിൽ തന്നെ ചൂടാക്കിയിട്ട് നമ്മൾ കാലിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ആണിയുള്ള ഭാഗത്ത് ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിലെ ആടിയിൽ വരുന്ന കാലിലെ ആണി ചുങ്ങി പോകും കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ പപ്പടം കുത്തിയുടെ കോല് വെച്ചിട്ട് കുത്തി കൊടുത്തിട്ട് നമ്മൾ കാലിലെ ആണിയുടെ ഭാഗത്താണെങ്കിലും അരിമ്പാറയുടെ ഭാഗത്തൊക്കെ ആണെങ്കിലും ഈ ഒരു വെളുത്തുള്ളി നമ്മൾ പപ്പടം കുത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ചൂടാക്കി ശരിക്കും ഒന്ന് ഒരുപാട് കരിക്കണ്ട. ഇതിൻ്റെ നീര് നമുക്ക് ആ ഒരു നമ്മൾ ചവിട്ടി പിടിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അരിമ്പാറയിൽ വെച്ച് കൊടുക്കുമ്പോഴാണെങ്കിലും ഇതിൻ്റെ ഒരു ചുട്ട ഒരു ഇതുണ്ടല്ലോ, ആ ഒരു നീര് നമുക്ക് ആ ഒരു ഭാഗത്ത് വരാവുന്ന രീതിയിൽ
അതിൻ്റെ രീതിയിൽ ഇങ്ങനെ ചുട്ട് കൊടുത്തിട്ട് നമ്മളത് ചവിട്ടി പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ കാലിൽ എവിടെയെങ്കിലും കരിമ്പാറ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് കുത്തി കുത്തി കൊടുത്താലും അരിമ്പാറ മാറാനൊക്കെ ആയിട്ടും കാലിലെ ആണി ചുങ്ങി പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഈ വെളുത്തുള്ളി അരച്ചിട്ട് ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ വച്ച് കെട്ടി വയ്ക്കുന്ന ആളുകളുണ്ട് അരിമ്പാറ മാറാനായിട്ടും അതുപോലെ കാലാണി മാറാനൊക്കെ ആയിട്ടും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു 4-5 റെമഡി ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് അതിലേക്കാണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്തേക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ബൈ.